ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. വയനാട്ടിൽ നാശം വിതച്ച ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 200 കടന്നു. 1000-ലേറെ ആളുകളെയാണ് ദുരന്തഭൂമിയിൽ നിന്നും ഇതിനകം രക്ഷപ്പെടുത്തിയത്. 200ഓളം പേരെ ഇപ്പോഴും കാണാനില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. 175ഓളം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. മുണ്ടക്കയിൽ നിന്നും നിലമ്പൂരിൽ ചാലിയാറിൽ നിന്നും ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. 1000ഓളം പേരെ ദുരന്ത മേഖലയിൽ നിന്നും ഇതിനകം തന്നെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മുണ്ടക്കയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയിലി പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരസേന, നാവികസേന, NDRF തുടങ്ങി വിവിധ സേനകളുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് ജില്ലയിലാകെ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 817 ആളുകളാണുള്ളത്. മേപ്പാടിയിൽ 8 ക്യാമ്പുകളുണ്ട്. മൊത്തം 421 കുടുംബങ്ങളിലായി 1486 പേർ ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്. പുഴയിലൂടെ ഒഴുകി മലപ്പുറം ജില്ലയിലെത്തുന്ന മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പ്രവർത്തനനിരതമായി തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ സന്നാഹ സംഘം നിലവിൽ 1167 പേർ ഉൾപ്പെടുന്നതാണ്. ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് മണ്ണിനടിയിലുള്ള മനുഷ്യന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് ശ്രമിക്കും. ഇതിനായി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. വയനാട്ടിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് കേരള സർക്കാരിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഈ മാസം 23, 24, 25 തീയതികളിലാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നതെന്നും എന്നാൽ സർക്കാർ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചില്ലെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. നേരത്തെ 9 ദുരന്ത പ്രതികരണ സേനാ സംഘങ്ങളെ കേരളത്തിൽ അയച്ചിരുന്നുവെന്നും സർക്കാർ ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ 23 മുതൽ 28 വരെ ഒരു മുന്നറിയിപ്പും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ ചൂരൽമലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഓക്സിജൻ ആംബുലൻസ് ഉൾപ്പെടെ മെഡിക്കൽ പോയിന്റ് സൌകര്യമൊരുക്കാൻ തീരുമാനം. ഇന്ന് വയനാട് കളക്ടറേറ്റിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് തീരുമാനമായത്. കോഴിക്കോട്, തലശ്ശേരി ഉൾപ്പെടെ 4 സഹകരണ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം സജ്ജരാണെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു. വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് സർക്കാർ വാഗ്ദാനം ചെയ്ത ധനസഹായം മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. തമിഴ്നാട് മന്ത്രി EV വേലു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് 5 കോടി രൂപ നൽകിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടലും മറ്റ് ജില്ലകളിലെ ശക്തമായ മഴയും കണക്കിലെടുത്ത് പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എലിപ്പനി സാധ്യത മുൻനിർത്തി വെള്ളത്തിലിറങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണം. എല്ലാ ആശുപത്രികളിലും അവശ്യ മരുന്നുകളും ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൌകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും വയനാട്ടിലെത്തിക്കാൻ തീരുമാനിച്ചത്. 2 ദിവസങ്ങളിലായി 40-ലേറെ മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്നും ലഭിച്ചത്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മധ്യ കേരളത്തിലും ശക്തമായ മഴയുണ്ടാകും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത തുടരുന്നു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. മഴക്കെടുതി നേരിടുന്ന പാലക്കാട് ജില്ലയിൽ 30 അംഗ NDRF സംഘമാണ് നിലവിൽ ക്യാമ്പ് ചെയ്യുന്നത്. അതേസമയം ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞതോടെ ഡാമുകളിൽ നിന്നും ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവിലും കുറവ് വരുത്തി തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിലെ മംഗലം, കാഞ്ഞിരപ്പുഴ, പോത്തുണ്ടി ഡാമുകളിൽ നിന്നാണ് നിലവിൽ നിയന്ത്രിത അളവിൽ വെള്ളം തുറന്നുവിട്ടിരിക്കുന്നത്. മീങ്കര ഡാമിന്റെ സ്പിൽവേ ഷട്ടർ 20 സെന്റിമീറ്ററിൽ നിന്ന് 2 സെന്റിമീറ്ററിലേക്ക് താഴ്ത്തി. ആളിയാർ ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവിലും കുറവ് വരുത്തിയിട്ടുണ്ട്. നിലവിൽ 39 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2230 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തേക്ക് പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 50 അംഗ മെഡിക്കൽ സംഘം പുറപ്പെട്ടു. മൈസൂരിലേക്ക് യാത്ര ചെയ്യുന്നവർ വയനാട് വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കണ്ണൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. വയനാട് വഴി പോകുന്നതിന് പകരം ഇരിട്ടി, കൂട്ടുപുഴ റോഡ് വഴി യാത്ര ചെയ്യണമെന്നാണ് നിർദ്ദേശം. മുണ്ടക്കൈ ദുരിത മേഖലയിലേക്ക് രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിന് ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാനാണ് ചുരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വയനാട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ തിരുവനന്തപുരം കളക്ടറേറ്റിൽ കളക്ഷൻ സെന്റർ തുറന്നു. സാധനങ്ങൾ ഇതിനകം വാങ്ങിയവർക്ക് കളക്ഷൻ സെന്ററിൽ രാവിലെ 10 മുതൽ രാത്രി 10 വരെ എത്തിക്കാവുന്നതാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.